നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിൽ സമാധാനം സന്തോഷകരമാകുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു കരിയർ ഫീൽഡിൽ എത്തിച്ചേരാനും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫർമേഷൻസുകൾ എഴുതാവുന്നതാണ്. ഏറ്റവും പോസിറ്റീവായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല രീതിയിലുള്ള അഫർമേഷൻസുകൾ കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം പവർഫുൾ ആകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് എഴുതുന്ന അഫർമേഷൻസുകൾ ഗുണകരമായി തീരുക തന്നെ ചെയ്യും. പിന്നെ റൈറ്റ് ഹീലിംഗ് ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് നിങ്ങളുടെ ലൈഫിലുള്ള കറൻറ്റ് സമയം അതുപോലെ തന്നെ ബ്ലോക്കേജുകൾ, ഡബിൾ എനർജി പ്രസൻസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പം സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് അതിനെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടാനാണ് നമ്മൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തവും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുകയും നല്ലൊരു ഗൈഡൻസ് തേടുകയും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്ത് പോകാനും ശ്രമിക്കണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഇന്നത്തെ ദിവസം ഒരു ബൗണ്ടറി ഇടേണ്ട ദിവസമാണ് കേട്ടോ. ഇമോഷണലി നിങ്ങൾ കുറച്ചൊന്ന് ബൗണ്ടറി ഇടണം. കുറച്ച് ക്ഷമ നിങ്ങൾ ഇന്ന് കാണിക്കേണ്ട ദിവസമാണ്. വാഗ്വാദങ്ങളും മറ്റുമൊന്നും ഉണ്ടാവാതിരിക്കാനും മറ്റുള്ളവരോട് അമിതമായിട്ട് കമ്മ്യൂണിക്കേഷൻസ്, സ്നേഹം, സഹതാപങ്ങൾക്കൊന്നും പോകാൻ പാടില്ലാത്ത ഒരു എനർജീനെയാണ് കാണിക്കുന്നത്. ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഇമോഷണലി ആയിരിക്കണം. നല്ല ഒരു ഇമോഷണൽ ബാലൻസ് ആണ് ഇന്നത്തെ ദിവസം വേണ്ടത്. അതായത് വിവേകത്തോടു കൂടി തന്നെ നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങൾ ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യണമെന്നാണ് കാണുന്നത്. ഇതിനകത്ത് പെട്ടെന്ന് മറ്റുള്ളവരെ കണക്റ്റ് ചെയ്യുന്ന, മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നിക്കുന്ന, വളരെയധികം ഒരു സ്നേഹത്തിൻ്റെ മാതൃഭാവത്തിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്ന. ഒരു സിമ്പതറ്റിക് എനർജിയുടെ പ്രസൻസ്, എല്ലാവരോടും ഒരു സിമ്പതി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ്. കൂടാതെ തന്നെ എല്ലാവരോടും നിങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലായിട്ട് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം ലഭിക്കുന്നത് വളരെയധികം നെഗറ്റീവായ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒരു നിരാശയുടെ ആണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഫലമെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന എനർജിയിൽ കേട്ടോ. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. പക്ഷേ നമ്മളെപ്പോഴും നന്മ തന്നെ കൊടുക്കുക. തിന്മ വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അതിനേക്കാളും വലുത് നമുക്ക് വരും, അനുഗ്രഹങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ബൗണ്ടറിയും ഒരു ക്ഷമയും ഒരു ആത്മനിയന്ത്രണവുമൊക്കെ ആവശ്യമുള്ള ദിവസമാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റി ആകുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ കുറേ കാലങ്ങളായി നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ക്ഷമ കെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എംബറസ് എനർജി വന്നിട്ടുണ്ട്, അബണ്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളൊരു ഇമോഷണൽ ബാലൻസ്, ഒരു ആത്മനിയന്ത്രണം ഇന്നത്തെ ദിവസം നിങ്ങൾ കൈക്കൊണ്ടാൽ 100% നമുക്ക് പറയാൻ സാധിക്കുന്നു അബണ്ടൻസ് ആണ്. ഇന്ന് നിങ്ങൾ എന്തു കാര്യം തുടങ്ങി വെച്ചാലും, നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യത്തെക്കുറിച്ചൊരാശയം നടത്തിയാലും അതെല്ലാം നിങ്ങൾക്ക് സക്സസ് ആണ്. മാതൃ എനർജിയുടെ പ്രസൻസ്, അനുഗ്രഹം ഇന്ന് ലഭിക്കുന്ന ദിവസമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളിൽ ചില വ്യക്തികൾക്കൊക്കെ ഇന്നൊരു പുതിയ ഒരു അനുഭവമാണ് കേട്ടോ.
അൺകണ്ടീഷണൽ ലവ് എനർജിയുടെ പ്രസൻസ് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് സ്നേഹം ഇന്ന് നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മിറാക്കിളുകൾ, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. മാത്രവുമല്ല ഇന്നൊരു സമൃദ്ധിയുടെ ദിവസവും കൂടിയാണ് കേട്ടോ. ഒരു ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ചില കാര്യങ്ങളെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ തട്ടിക്കിടന്ന ചില കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ ആ ഒരു ട്രാവലിംഗ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായിരുന്ന, ഡൗൺ ആയിട്ടിരുന്ന ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ യാത്ര, ജീവിതയാത്രയാവാം, അതല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ഹോളി ട്രാവലിംഗ് ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ ഇന്നത്തെ ആ ഒരു പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം ലൈഫിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള മുന്നോട്ടേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലാകെ വേണ്ടത് ഒരു ആത്മനിയന്ത്രണം, ഇമോഷണലി പെട്ടെന്നുള്ള ആ ഒരു പ്രകടനമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു സൗഭാഗ്യം, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരാനോ ഒക്കെ ഇന്ന് യോഗമുണ്ട് കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്, ഇന്ന് സമൃദ്ധിയാണ് കേട്ടോ. ഫിനാൻസൊക്കെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫോർട്ടിൻ്റെ ഫലം, നിങ്ങൾ സാമ്പത്തികമൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ, നിങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്തെങ്കിൽ, മറ്റെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്ത് ലൈഫിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ 100% അതിൻ്റെ ഒരു ഫലം ഇന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതായിട്ടാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിന് ജഡ്ജ്മെൻറ്റ്, ന്യായം ലഭിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾക്കെല്ലാം നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നു. കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്കൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു ഒരു ഒത്തുചേരലിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ വിജയത്തിൻ്റെ ദിവസമാണ് മക്കളെ. നിങ്ങൾ ഇന്ന് വിജയിക്കും. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ, നിങ്ങളെ മോശമാക്കി പറഞ്ഞവർ, ഒരുപാട് എനർജികൾക്ക് മുന്നിൽ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു വാല്യവും കൽപ്പിക്കാണ്ടിരുന്ന ഒരുപാട് എനർജികൾക്ക് മുന്നിൽ നിങ്ങൾ ഇനി സക്സസ് ആവുകയാണ്. നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിക്കുന്നു, പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യുന്ന സിറ്റുവേഷൻസാണ്. ഒരു പ്രൗഡായ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടേക്കാണോ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്, എവിടേക്കാണോ മാറിക്കൊടുക്കേണ്ടി വന്നത്, എവിടേക്കാണോ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്, അങ്ങനെയുള്ള പല ഇടങ്ങളിലും നിങ്ങൾക്ക് പ്രൗഡായിട്ട് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇനി മുന്നോട്ടേക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് നല്ല പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങൾ സിമ്പിളായിട്ട് മറികടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഫാമിലി ലൈഫിലൊക്കെ ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും ബന്ധനമോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫാമിലി പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കണം. അവിടെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഇന്നത്തെ ദിവസം ഇമോഷണലി ഒരു ഇംബാലൻസിങ് വരാൻ സാധ്യതയുണ്ട്, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ വല്ലാതെ ഒന്ന് ബന്ധനത്തിലാക്കാൻ, ഒരു ബർഡൻ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലി, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ, പ്രണയബന്ധത്തിലാണെങ്കിലുമൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുക ഇന്നത്തെ ദിവസം കേട്ടോ. പിന്നീട് അതൊരു ബർഡനായി തീരാനും അത് കുറച്ച് ദീർഘകാലം ലൈഫിനെ കണക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു അസൂയയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു അസൂയയുടെ പ്രസൻസ് ആണ് നിങ്ങൾക്കത് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പം അതിനൊരു ആത്മനിയന്ത്രണം, അവിടെയും നിങ്ങൾക്ക് വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന ഒരു കൺട്രോളിങ് ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ പരാജയപ്പെട്ട പോലെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും റീയൂണിയൻ പ്രസൻസ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒരു വിദേശ യാത്ര, ഒരു എയർ ട്രാവലിംഗ് പ്രസൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഫെമിനിയൻ എനർജിക്കാണെങ്കിലും മസ്കുലൻ എനർജിക്കാണെങ്കിലും ഒരു ബെർഡനായിട്ട് അത് മടുത്ത് നിങ്ങൾ ചുമക്കാനും വയ്യ, ഇറക്കി വെക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇന്ന് ആ ഒരു സമയത്തിൻ്റെ ബ്ലോക്കേജ് മാറുന്നുണ്ട്. മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സം ഇന്നത്തെ ദിവസത്തെ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് അവസാനിക്കുന്നുണ്ട് കേട്ടോ. വിദേശവാസ യോഗം അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ഒരു ട്രാവലിംഗ്, ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും, നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അത് പിന്തിരിയാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പുഷ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ എനിക്ക് സാധിക്കും, എനിക്കുള്ളതാണതെന്നുള്ള ആ ഒരു പ്രഷറോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നാൽ 100% നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും. അത് വലിയ സക്സസ് ആയിരിക്കും, ചെറിയ സക്സസ് അല്ല. നമ്മളെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന, നമുക്കുള്ളതല്ല എന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന എന്ത് കാര്യവും നമ്മൾ നേടിയെടുത്തോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സായിരിക്കും, നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളായിരിക്കും, നമ്മുടെ സാഹചര്യമായിരിക്കും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ, നിനക്കുള്ളതല്ല, നീ മാറ്, നീ അത് വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഏത് അദർശ ശക്തി ആയിക്കോട്ടെ, നമ്മൾ അതിനെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. നിങ്ങൾക്കത് ഏറ്റവും വലിയ വിജയമായിരിക്കും. ആ വിജയം പിന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും, ലൈഫ് ലോങ് നിങ്ങൾക്കത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം, നിങ്ങൾ ആ ഒരു ബെർഡൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്തംഭന അവസ്ഥയുടെ, ആ ഒരു ട്രോമ എനർജിയുടെ ഫലം നിങ്ങൾക്ക് മാറി കിട്ടുന്നു. ആ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറുന്നു. നിങ്ങൾക്ക് വലിയൊരു സക്സസ്, ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഒരു വലിയ ശക്തമാകുന്ന ഒരു ഉയർച്ചയാണ് മുന്നോട്ടേക്ക് വരുന്നത്. അത് എല്ലാ രീതിയിലും, ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും എല്ലാം നിങ്ങളെ അത് ശരിക്കും, മെൻ്റലി ആണെങ്കിലും എല്ലാം നിങ്ങളെ അത് കണക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കുറച്ച് ആളുകളെ സംബന്ധിച്ച് പാസ്റ്റിലും ഇമോഷണലി ഒരു നിരാശ, ഒരു എന്താ പറയുക, ഒരു ചീറ്റിംഗ് പ്രസൻസിൽ പെട്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് പാസ്റ്റ് എനർജി തൊട്ട് വർഷങ്ങളായിട്ട് നിങ്ങളൊരു ഫെയിലിയർ പെയിൻ എനർജിയിൽ, ഒരു നഷ്ടബോധത്തിൽ, നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത വിധം നിങ്ങൾ നിരാശപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും അധികം ആഴത്തിൽ സ്നേഹിച്ച, നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ചീറ്റിംഗ് പ്രസൻസ് ലഭിച്ചിട്ടുണ്ട്. അത് പാസ്റ്റിൽ തൊട്ട്, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു പെയിൻ ചുമന്നുകൊണ്ട് പോകുന്ന, ഇപ്പോഴും നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് അവസാനിക്കാൻ സമയമായി വരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ആ ലൈഫിലൊരു പൂർണ്ണത ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിരാശയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും കേട്ടോ, ഓവർകം ചെയ്യാൻ പറ്റുന്നു എന്നും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റിലെ ഒരു ഓർമ്മയിൽ, പാസ്റ്റിലെ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ആ ഒരു ആ ഒരു കുരുക്കിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലുള്ള കുറച്ച് ആളുകളുടെ എനർജി കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പെയിൻ, ഇപ്പം ഇന്നത്തെ ദിവസമാണെങ്കിലും ഇന്നലകളിലാണെങ്കിലും നിങ്ങൾ വളരെ ശക്തമായിട്ട് പെയിൻ അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത വിധമുള്ള ആ ഒരു വേദനയുടെ ഒരു എനർജി ഉണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണുന്നത്, നിങ്ങൾ തിരിച്ച് ചിന്തിക്കേണ്ട സമയമായി. അതല്ല, ചില ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫോക്കസ് ചെയ്യുക എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസിൽ നിന്നും വിട്ടു വരുന്നതാണ് കേട്ടോ മക്കളെ കാണുന്നത്. ഒരു റീയൂണിയൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ ചില ആളുകളുടെ എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കുറച്ച് ആളുകൾക്കൊരു ഹാർട്ട് ബ്രോക്കൻ്റെ പ്രസൻസും ഉണ്ട് കേട്ടോ. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി, അതായത് നിങ്ങളുടെ മുന്നിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് നിന്നതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോയതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു റീയൂണിയൻ,
സോറി കേട്ടോ, ഒരു എന്താ കൺഫ്യൂഷൻ വരികയും അത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ, അതായത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്തതോ അത് കയ്യിൽ കിട്ടിയ നല്ലതും ചീത്തയും തിരിച്ചറിയാതെ നിങ്ങൾക്കൊരു ചെറിയൊരു അബദ്ധം, ഒരു നഷ്ടബോധം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പ്രയോറിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇംബാലൻസിങ് ആണ് അതിന് കാരണമായത്. എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു ഹാർട്ട് ബ്രോക്കൺ, ഒരു വെല്ലുവിളി ഉണ്ട് മനസ്സിനകത്ത്, ലൈഫിലൊരു കുറ്റബോധമുണ്ട്, ചെറിയ നിരാശയുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാവാം, നിങ്ങളുടെ മുന്നിൽ വന്നതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷൻസ്, ഒരു നഷ്ടബോധം. അപ്പം അത് എൻ്റെ ഒരു ഹാർട്ട് ബ്രോക്കൺ ഒക്കെ ഉണ്ട്. പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ടോട്ടലി നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നഷ്ടപ്പെട്ടാലും വന്നു ചേർന്നാലും നമ്മൾ അനുഭവിച്ചാലും എന്ത് കാര്യവും നമ്മുടെ ലൈഫിലേക്ക് വന്ന് കടന്നു പോകുന്നതെല്ലാം വിധിയെ ബേസ് ചെയ്താണ്. അതിൽ അർഹതയുള്ളത് നമ്മളിൽ സ്ഥായി ഭാവത്തിൽ നിൽക്കും. നമ്മൾക്ക് ഇത്ര നാൾ മാത്രം ഉപയോഗിക്കാൻ യോഗമുള്ളത് ആ ഒരു സമയം, ആ ഒരു കാലം കഴിയുമ്പം അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമ്മളിൽ നിന്ന് പോകുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടാത്തതാണ്, നമ്മളെ അർഹതയില്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്തതാണ്, നമ്മളിൽ നിലനിൽക്കുന്നതെല്ലാം നമുക്കുള്ളതാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ ഈ ഒരു ഹാർട്ട് ബ്രോക്കണും കൺഫ്യൂഷനും തേർഡ് പാർട്ടി സിറ്റുവേഷൻസൊക്കെ നമ്മുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ഡെസ്റ്റിനിയിൽ പെട്ടതാണ്, വിധിയിൽ പെട്ടതാണ്. അതൊക്കെ വന്ന് കടന്നു പോവുകയും അതിനെയെല്ലാം ഏത് രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നു അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വിജയമെന്നുള്ളത് മനസ്സിലാക്കുക. ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് എസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആരുടെയോ ഒരു ശത്രുത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണ്ണേറിൻ്റെ എനർജി, നിങ്ങളെ ബന്ധങ്ങളിൽ വിള്ളൽ വരുന്ന രീതിയിലുള്ള അസൂയയുടെ ഒരു എനർജി, അതൊക്കെ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്ത് വെൽത്ത് എനർജീനെയും റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡബിൾ എനർജി പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിൽ പറയാൻ പറ്റുന്നത് ബാലൻസ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യുക എന്നതാണ്. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ്, അതായത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവാക്കി വെക്കാമോ അത്രത്തോളം പോസിറ്റീവാക്കി വെക്കുക. അതായത് പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിലോ നിങ്ങളുടെ സാഹചര്യങ്ങളിലോ എന്തെങ്കിലും നിങ്ങൾ പൂർത്തീകരിക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇംപ്രൂവിങ് ഹെൽത്താണ് കേട്ടോ. നിങ്ങൾ ശരിക്കും ചേഞ്ച് ആവുക എന്നതാണ് കാണുന്നത്. യു ആർ റെഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഇമോഷണലി റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആവേണ്ട, വിജയിക്കേണ്ട, തല ഉയർത്തി നിൽക്കേണ്ട സമയമാണ് ഇനി മുന്നോട്ടേക്ക്. നിങ്ങൾ അതിന് റെഡി ആണോ എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ റെഡി ആവുക, നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക, മുന്നോട്ടേക്ക് പോവുക. നോ എന്നൊരു എനർജി വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് സഡൻ, അതായത് പെട്ടെന്നൊരു തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. എടുത്ത് ചാടി നമ്മൾ ഒന്നും തന്നെ ചെയ്യരുത് എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെ നല്ല രീതിയിൽ ചിന്തിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ, നമുക്ക് സന്തോഷം വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ മോട്ടിവേഷൻസൊക്കെ പറയുന്ന ക്ലാസ്സുകൾ കാണുക. ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. പ്ലസ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന് ആദ്യം നിങ്ങൾ മെഡിസിൻ കൊടുക്കണം. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒന്നാണ് റൈറ്റ് ഹീലിംഗ്. നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ എഴുതി, ഒരു പക്ഷേ നിങ്ങൾ ഒരാളോട് മാപ്പ് പറയേണ്ടതാണെങ്കിൽ അത് പറഞ്ഞെഴുതുക. നിങ്ങൾക്കൊരാൾ നീതി തരണമെങ്കിൽ ആ ആളോട് നീതി ലഭിക്കേണ്ട രീതിയിൽ എഴുതുക, കത്തിച്ച് കളയുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നമ്മൾക്ക് 2026 അവസാനിക്കുമ്പോഴത്തേനും
എനിക്ക് ആരാവണം അല്ലെങ്കിൽ എന്ത് നേടണം എന്നുള്ളൊരു സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതുക. 2007 ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 13 ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ. നിങ്ങൾക്ക് ഓരോ വർഷവും ഇപ്പം നമുക്കൊരു 2030 ആകുമ്പോഴത്തേനും നമ്മളുടെ മനസ്സിൽ ഇന്ന പൊസിഷനിൽ എനിക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവാൻ ഇപ്പോഴേ തന്നെ നിങ്ങൾ ആ അഫർമേഷൻസുകൾ ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതുക. ഇന്ന വർഷം ഞാൻ ഇന്ന പൊസിഷനിൽ എത്തിയതിന്, അല്ലെങ്കിൽ ഞാൻ അതിൽ ഇത്രയും മനോഹരമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിന് ഈ പ്രപഞ്ച ശക്തിയോട് എന്നും നന്ദിയുള്ളവനായിരിക്കും എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുക. ശരിക്കും പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ജീവിതത്തിൽ മിറാക്കിളുകൾ, അതായത് മാജിക്കിനെ വിശ്വസിക്കുക. നമ്മൾ ലോജിക്കിലേക്ക് നോക്കിയാൽ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതൊക്കെ വെറും ഒന്നുമല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ മാജിക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. മാജിക്കലി നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ദൃഢനിശ്ചയത്തോടെ ശരിക്കും ആഴത്തിൽ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കുക. 100%, ഞാൻ പറയട്ടെ, 100% നമ്മൾ അറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഒരു മടിയും കാണിക്കേണ്ട, ആരും അറിയുന്നില്ലല്ലോ നമ്മൾ കാണുന്ന നമ്മുടെ സ്വപ്നങ്ങളൊന്നും. വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നല്ലതുപോലെ ആഗ്രഹിക്കുക, സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതിസന്ധികളെ എപ്പോഴൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നു, അപ്പോഴൊക്കെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ.